ഹായ് എവരി വൺ, വെൽക്കം ടു PK SCRT ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഫിസിക്സിലെ SCRT ക്ലാസ്സസിൽ ഏതാ പഠിച്ചുകൊണ്ടിരുന്നത്? ബലത്തിനെ പറ്റിയാണ് അല്ലേ. ബലത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് ബലം, ബലത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഘർഷണം, ഫ്രിക്ഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ നോക്കി. ഈ ക്ലാസ്സിൽ നമ്മൾ ബലത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് മെയിനായിട്ട് മർദ്ദം, പ്രഷറിനെ പറ്റിയിട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മർദ്ദം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മളൊരു ബലത്തിനെ പറ്റിയിട്ട് അറിയണം. അതാണ് വ്യാപക മർദ്ദം, അല്ലെങ്കിൽ ത്രസ്റ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ എന്താണ് ഈ വ്യാപക മർദ്ദം? ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ വ്യാപക മർദ്ദം എന്ന് പറയുന്നു. അതായത് ഇതൊരു പ്രതലമാണെന്നിരിക്കട്ടെ, സർഫസ്. ഇതിൽ ലംബമായിട്ട് പെർപെൻഡിക്കുലറായിട്ട് ഒരു ഫോഴ്സ് വന്ന് എന്ത് ചെയ്യുന്നു, ഫോഴ്സ് അനുഭവപ്പെടുന്നുവെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ത്രസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു പ്രതലത്തിൽ ലംബമായിട്ട് അനുഭവപ്പെടുന്ന ബലത്തെ നമുക്ക് എന്തെന്ന് പറയാം? എന്ത് ബലമെന്ന് പറയാം? വ്യാപക മർദ്ദം എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് എന്താണ് മർദ്ദമെന്ന് നോക്കാം. മർദ്ദം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലം. ഏത് ബലം? ഈ ത്രസ്റ്റ്, വ്യാപക മർദ്ദം. അതായത് വെറും ബലമല്ല, ഈ വ്യാപക മർദ്ദം ഈ യൂണിറ്റ് പരപ്പളവിൽ ഇത്ര ഒരു ഏരിയയിൽ എത്രത്തോളം വ്യാപക മർദ്ദം അനുഭവപ്പെടുന്നു, അതാണ് അതിൻ്റെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം. ഇതിപ്പോൾ ഒരു ദ്രാവകമാണ്. ദ്രാവകത്തിൻ്റെ ഇതിൽ നോക്കിക്കേ, എല്ലാ ഡയറക്ഷനിലും നോക്കിക്കേ, ലംബമായിട്ട് എന്ത് ചെയ്യാണ്? പ്രഷർ എല്ലാ ദിശയിലും അനുഭവപ്പെടുന്നതായിട്ടാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ലിക്വിഡ് പ്രഷർ. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ദ്രാവകങ്ങളുടെ പ്രഷർ നോക്കാം. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തേക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പ്രഷർ നമ്മൾ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ദിശയിലും പ്രഷർ എന്ത് ചെയ്യാണ്? അനുഭവപ്പെടുന്നു എന്ന രീതിയിലാണ് ഈ പിക്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് മർദ്ദം എന്ന് ഉദ്ദേശിച്ചാൽ യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന എന്ത് ബലം? വ്യാപക മർദ്ദം, അല്ലെങ്കിൽ ആ ഒരു ബലം ഉദ്ദേശിച്ചത്, ഈ ബലം എന്ന് ഉദ്ദേശിച്ചത് ഏതാണ്? വ്യാപക മർദ്ദത്തെയാണ്. നമുക്ക് ഫോർമുല എഴുതുമ്പോൾ എഴുതാം, മർദ്ദത്തെ P എന്നും വ്യാപക മർദ്ദത്തെ F എന്നും. അവിടുത്തെ ബലം ഏതാണ്? വ്യാപക മർദ്ദം. പരപ്പളവിനെ ഏരിയ, പരപ്പളവ് എന്ന് പറയുമ്പോൾ ഏരിയ എന്ന് സൂചിപ്പിച്ചാൽ P = F/A. P = ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ = ഫോഴ്സ് ബൈ ഏരിയ. ഈ ഫോഴ്സ് ബൈ ഏരിയ, ഈ ഫോഴ്സ് ഏതാണ്? ത്രസ്റ്റ്. ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പെർപെൻഡിക്കുലറായിട്ട് അനുഭവപ്പെടുന്നത്. അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, ലംബമായിട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സാണ്, അതിൻ്റെ പേരാണ് ത്രസ്റ്റ് അല്ലെങ്കിൽ വ്യാപക മർദ്ദം. ആ വ്യാപക മർദ്ദം ഡിവൈഡഡ് ബൈ പരപ്പളവ്, ഏരിയയാണ് എന്തെന്ന് നമ്മൾ പറയുന്നത്? മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ പാസ്കൽ എന്നാണ് മർദ്ദത്തിൻ്റെ SI യൂണിറ്റ്. ബ്ലേസ് പാസ്കലിൻ്റെ സ്മരണാർത്ഥം നമ്മൾ പാസ്കലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത്. പാസ്കലിനെ നമ്മൾ PA എന്ന് പറഞ്ഞത് യൂസ് ചെയ്യും കേട്ടോ. വെറും P അല്ല, PA എന്ന് പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാസ്കലിനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയ ആയതുകൊണ്ട് തന്നെ എൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? Nm/m² ആയിരിക്കും അല്ലേ. ഫോഴ്സിൻ്റെത് ന്യൂട്ടൺ ആണ്, ഏരിയയുടേത് മീറ്റർ ആണ്. അപ്പം മീറ്റർ സ്ക്വയർ. ഒരു പാസ്കൽ എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ന്യൂട്ടൺ നമുക്ക് എങ്ങനെ പറയാം? ഫോഴ്സ് ബൈ ഏരിയ വെച്ച് നമുക്ക് പറയാം Nm/m² ആണെന്ന് പറയാം. അപ്പോൾ ഫോഴ്സ് ഏരിയ, ഫോഴ്സ് ബൈ ഏരിയ Nm/m². അപ്പം മറക്കരുത്, മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപക മർദ്ദം ഡിവൈഡഡ് ബൈ പരപ്പളവാണ് എന്തെന്ന് പറയുന്നത്? മർദ്ദം എന്ന് പറയുന്നത്. ഇനി മർദ്ദം എങ്ങനെയാണ് കൂടുതൽ കുറവെന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഈ ഫോർമുലയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലായി. ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലായി. അതായത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ വ്യാപക മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നമുക്ക് പറയാം പ്രഷർ, നമ്മുടെ മർദ്ദം എന്ന് പറയുന്നത് പരപ്പളവിന് വിപരീത അനുപാതത്തിലാണെന്ന് പറയാം. വ്യാപക മർദ്ദം സ്ഥിരമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ മർദ്ദം പ്രതല പരപ്പളവിന് വിപരീത അനുപാതത്തിലായിരിക്കും, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏരിയ കുറഞ്ഞെടുത്ത് മർദ്ദം കൂടുതലായിരിക്കും, ഏരിയ കൂടുതലുള്ള സ്ഥലത്ത് മർദ്ദം കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പ്രതല പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുകയും പ്രതല പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുകയും ചെയ്യും. എക്സാമ്പിൾസ് നോക്കിക്കേ. ഇതിൽ എത്രത്തോളം സിങ്ക് ആയിട്ടുണ്ട്, അതിങ്ങനെ താഴ്ന്നു പോയിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. ഇതിൽ ആദ്യത്തെ പിക്ചറിൽ എന്താ സംഭവിക്കുന്നത്? ഏരിയ നോക്കിക്കേ. ഏരിയ രണ്ടാമത്തെ പിക്ചറിനെ അപേക്ഷിച്ച് കുറവല്ലേ. ആ ഒരു ഇഷ്ടിക എടുത്ത് വയ്ക്കുന്ന സമയത്ത് അതങ്ങ് താന്നു പോകുന്നു. ഇവിടെ എന്താണ്? ഏരിയ കുറവാണ്. ആ ഇഷ്ടികയുടെ ഏരിയ ഒന്ന് മാറ്റി ലംബമായിട്ട് വച്ച സമയത്ത് അത് താന്നു പോകുന്നു, ആ ഒരു പ്രതലം. രണ്ടാമത്തെ കേസിൽ ഈ ഇഷ്ടിക ഇങ്ങനെ വെച്ചു, ഹൊറിസോണ്ടലായിട്ട് വെച്ചു. ആദ്യത്തിൽ വെർട്ടിക്കലായിട്ട് ലംബമായിട്ട് വെച്ചു. മറ്റേത് എന്താണ്? ഹൊറിസോണ്ടലായിട്ട് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഏരിയ കൂടിയപ്പം മുമ്പത്തെ അപേക്ഷിച്ച് വലിയ പ്രഷറൊന്നുമില്ല.
ഈ പയ്യൻ നോക്കിയേ, ഈ പയ്യൻ എന്താ ഇങ്ങനെ നിന്നപ്പോൾ, അതായത് നിന്നപ്പോൾ ആ കട്ടിൽ കുറച്ചും കൂടെ സിങ്ക് ചെയ്തു. എന്നാൽ കിടന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ കൂട്ടി. ഇത് ഏരിയ കുറവാണ്, ആദ്യത്തെ കേസിൽ ഏരിയ കുറവാണ്. ഈ കിടക്കുക എന്ന് പറയുമ്പം ആ കുട്ടിയുടെ മൊത്തത്തിലുള്ള ബോഡി, അതായത് ഏരിയ കൂടുതലാണ്. ഏരിയ കൂടുതലായപ്പോൾ ആ ബെഡ് അങ്ങനെ സിങ്ക് ചെയ്യുന്നില്ല, താന്നു പോകുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ മർദ്ദം കുറവാണ്. കാരണം വലിയ ഏരിയ കൂടുമ്പോൾ എന്ത് കുറവും? ഏരിയ കൂടുമ്പോൾ മർദ്ദം കുറയും. ഏരിയ കൂടുന്ന സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? മർദ്ദം കുറയും. ഓക്കെ, അതാണ്. അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ എന്നുള്ള ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ആപ്പിളൊക്കെ അരിയുമ്പോൾ നമുക്കറിയാം, ഈ ആപ്പിളിൻ്റെ ഈ കനം കുറഞ്ഞ ഭാഗം അവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്നത് അല്ലേ? നമ്മൾ അങ്ങനെ കട്ട് ചെയ്യാൻ കാരണം എന്താണ്? കുറച്ച് ഏരിയ ഉപയോഗിച്ച് വലിയ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് ആ ആപ്പിളിനെ അരിയുക. കത്തിയുടെ വായ്ക്കൽ കനം കുറച്ച് നിർമ്മിക്കുന്നത്? കാരണം പ്രഷർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം, നമ്മുടെ മണ്ണുമാന്തി ഇതിൻ്റെയൊക്കെ ചക്രങ്ങൾ എന്തായിരിക്കും? വീതി കൂടുതലായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? ആ ചെളിയിലൊന്നും അങ്ങനെ പ്രഷർ കൂടി അങ്ങ് മുങ്ങി അങ്ങ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും വീതിയിലാവുമ്പോൾ പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറഞ്ഞിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ അത് സിങ്ക് ആയിട്ട് പോവത്തില്ല. ആ രീതിയിൽ ആ ഒരു ചെളി കൂടെ ഇങ്ങനെ അത് പോവത്തുള്ളൂ. ഇനി തുന്നൽ സൂചിയുടെ അഗ്രം കൂർത്തിരിക്കുന്നു. അത് കൂർത്തിരിക്കുന്നു ഏരിയ മാക്സിമം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഏരിയ മാക്സിമം കുറച്ച് വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് തുന്നാൻ പറ്റും. കുറഞ്ഞ ബലത്തിൽ കൂടുതൽ മർദ്ദം നൽകി തുണിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ്. സ്കൂൾ ബാഗുകളുടെ വീതിയുള്ള സ്ട്രാപ്പ് അല്ലേ? അപ്പം സ്കൂൾ ബാഗ് നമുക്കറിയാം ഒരുപാട് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ആ വെയിറ്റ് തോന്നാതിരിക്കാൻ നല്ല തിന്നായിട്ടുള്ള ബാക്ക് സ്ട്രാപ്പുകളാണെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടുതൽ അറിയാൻ പറ്റും. എന്നാൽ ഏരിയ കൂട്ടി, വിസ്തീർണത്തിനെ കൂട്ടി നമ്മൾ ആ സ്ട്രാപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അത്രയും പ്രഷർ കുട്ടികളുടെ തോളിൽ വരത്തില്ല. അതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്കൂൾ ബാഗുകളുടെ വീതി കൂട്ടുന്നത്. അപ്പം അവിടെ വിസ്തീർണം കൂട്ടി പ്രഷർ കുറയ്ക്കുക എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് പ്രഷർ ഏരിയയ്ക്ക്, വിസ്തീർണത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്, വിപരീത അനുപാതത്തിലാണെന്നുള്ളതിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ നമ്മൾ ദ്രാവക മർദ്ദത്തെ പറ്റി പഠിക്കുകയാണ്. അപ്പം ദ്രാവക മർദ്ദം ഞാൻ നേരത്തെ ഒരു പിക്ചർ ആദ്യം പ്രഷറിൽ കൊടുത്തിരുന്നു അല്ലേ? എല്ലാ ഭാഗത്തും ഒരു പ്രഷർ നമ്മൾ അവിടെ കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും അത് ഈക്വലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അനുഭവപ്പെടുന്നുണ്ട്. ഒരു ദ്രാവകം ലംബമായി പ്രയോഗിക്കുന്ന ബലമാണ് അതിൻ്റെ വ്യാപക മർദ്ദം. അപ്പൊ വ്യാപക മർദ്ദം ദ്രാവകത്തിന്റെ കേസിൽ എന്താണ്? ഒരു ദ്രാവകം ലംബമായിട്ട് പ്രയോഗിക്കുന്നെങ്കിൽ അതാണ് അതിന്റെ ത്രസ്റ്റ് അല്ലെങ്കിൽ വ്യാപക മർദ്ദം എന്ന് പറയുന്നത്. ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെ നമ്മൾ എന്തെന്ന് പറയും? ദ്രാവക മർദ്ദം എന്ന് പറയും. ദ്രാവക മർദ്ദം ബൈ ഏരിയ, വിസ്തീർണം, പരപ്പളവാണ് മർദ്ദം എന്ന് പറയുന്നത്. ഇനി അതൊരു ദ്രാവകമാണ് യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്നതെങ്കിൽ അത് ദ്രാവക മർദ്ദമാണ്. ക്ലിയർ ആയില്ലേ? ദ്രാവകങ്ങൾ എല്ലാ ദിശയിലും ഒരുപോലെ മർദ്ദം പ്രയോഗിക്കുന്നു. എല്ലാ ദിശയിലും, ഞാൻ നേരത്തെ ഒരു പിക്ചർ ഇവിടെ മർദ്ദത്തിന് കാണിച്ചില്ലേ? ഇത് കണ്ടില്ലേ? ഇത് നോക്കിക്കേ, എല്ലാ ദിശയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളൊരു പ്രഷർ കൊടുത്താൽ അത് എല്ലാ ദിശയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എല്ലാ ദിശയിലും ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. ഇനി ഈ ദ്രാവക മർദ്ദത്തിന്റെ ഒരു കേസാണ് പറയുന്നത്. ദ്രാവകത്തിന്റെ ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദത്തിന് എന്ത് സംഭവിക്കും? മർദ്ദം കൂടും. ആഴം കൂടുമ്പോൾ എന്തു കൂടും? മർദ്ദം കൂടും. എന്നാൽ ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയും. ഈ ആഴം, ഡെപ്ത്, ഓക്കെ, ആഴം കൂടുമ്പോൾ ഇവിടെ ABC നിങ്ങൾ കണ്ടോ? ഇതിൽ എയിൽ നോക്കിക്കേ അത്രയ്ക്ക് ഇല്ല, ബിയിൽ ചെറുതായിട്ട്, സിയിൽ നോക്കിക്കേ സിയിലാണ് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നത്. അതായത് ആഴം കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും എന്നാണ് പറയുന്നത്? മർദ്ദം കൂടും. അതാണ് അതിൻ്റെ കേസ്. ഇത് നോക്കിക്കേ, പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ഇതിൽ ലോ പ്രഷർ, വെള്ളം പോകുന്നത് നല്ല വീക്കസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഏതാണ്? ഇത് ഏറ്റവും അവസാനം. ഏറ്റവും ഹൈ പ്രഷർ എവിടെയാണ്? ഏറ്റവും അവസാനം പോകുന്നതിലാണ് സ്ട്രോങ് ആയിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദ്രാവകത്തിൻ്റെ ആഴം കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? മർദ്ദവും കൂടി. അത് നല്ല സ്പീഡായിട്ട് അതിന് ഒഴുകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഓർക്കണേ. ആഴം കൂടുമ്പോൾ എന്ത് കൂടും? മർദ്ദം കൂടും. ഡാമുകളുടെ അടിഭാഗം മുകൾ ഭാഗത്തേക്കാൾ വീതി കൂട്ടി നിർമ്മിച്ചിരിക്കുന്നത് ആഴം കൂടുന്തോറും കൂടുന്ന മർദ്ദത്തെ പ്രതിരോധിക്കാനാണ്. അപ്പം ഡാമുകളുടെ അടിഭാഗം മുകൾ ഭാഗത്തിനെക്കാട്ടി എന്താണ്? വീതി കൂട്ടിയാണ് നിർമ്മിക്കുന്നത്. എന്തിനായിരിക്കും വീതി കൂട്ടുന്നത്? വീതി കൂട്ടുക എന്ന് പറയുമ്പോൾ എന്ത് കുറയ്ക്കുക? അവിടെ പ്രഷർ കുറയ്ക്കുക അല്ലേ? പ്രഷർ കുറയ്ക്കുക. ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കൂടുന്നതുകൊണ്ട് അത്രയും പ്രഷർ അവിടെ ഉണ്ടെങ്കിൽ അപകടം സംഭവിക്കും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട്
താഴെത്തട്ട് എന്ത് ചെയ്യും, വീതി കൂട്ടി നിർമ്മിക്കും. അപ്പോൾ വീതി കൂട്ടി നിർമ്മിക്കുമ്പോൾ അവിടെ എന്ത് കുറയും, പ്രഷർ കുറയും. അതിന് വേണ്ടിയിട്ടാണ്. ദ്രാവകത്തിന്റെ സാന്ദ്രത അത് പ്രയോഗിക്കുന്ന മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. സാന്ദ്രത, ഡെൻസിറ്റി ദ്രാവകത്തിന്റെ സാന്ദ്രത അത് പ്രയോഗിക്കുന്ന എന്തിനെ ആശ്രയിക്കുന്നുണ്ട്, മർദ്ദത്തെ ആശ്രയിക്കുന്നുണ്ട്. ദ്രാവകത്തിന്റെ സാന്ദ്രത വർദ്ധിക്കുമ്പോൾ എന്തും വർദ്ധിക്കും, മർദ്ദവും വർദ്ധിക്കും. അപ്പൊ സാന്ദ്രത കൂടുതലാണെങ്കിൽ, ദ്രാവകത്തിന് സാന്ദ്രത കൂടുതലാണെങ്കിൽ, ഇപ്പം ഉപ്പ് വെള്ളവും സാധാ വെള്ളവും ഏതിനായിരിക്കും സാന്ദ്രത കൂടുതൽ, ഉപ്പ് വെള്ളത്തിനായിരിക്കും അല്ലെ. അപ്പൊ സാന്ദ്രത കൂടിയ ദ്രാവകത്ത് സാന്ദ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്തും വർദ്ധിക്കും, മർദ്ദവും വർദ്ധിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചു ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും, ദ്രാവക രൂപത്തിന്റെ ഉയരവും ദ്രാവകത്തിന്റെ സാന്ദ്രതയും. ഈ ഉയരം എന്ന് ഉദ്ദേശിക്കുന്നത് ആഴം തന്നെയാണ്, ഡെപ്തിനെ തന്നെയാണ്. നമ്മളിവിടെ പഠിച്ചില്ലേ, ആഴം കൂടുന്ന കേസ് പഠിച്ചില്ലേ. അപ്പം ഉയരം എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു താഴേക്ക് നമ്മൾ പറയുമ്പോൾ ആഴവും അതുപോലെ സാന്ദ്രതയുമാണ് ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ദ്രാവക രൂപത്തിന്റെ ഉയരവും ദ്രാവകത്തിന്റെ സാന്ദ്രതയും വച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോർമുല പറയാം. അതായത് ദ്രാവക രൂപത്തിന്റെ ഉയരം h എന്നും ഡിന്റെ സാന്ദ്രത d എന്നും ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം അതെന്താണ്, g ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ദ്രാവക മർദ്ദം P = h/dg. ഇത് നമ്മൾ h ρg എന്നൊക്കെ കാണാറുണ്ട്. അതിൽ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അത് ഈ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞ SCRT-യിൽ +1 +2 നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നമ്മളെ ഈ വിത്ത് റെസ്പെക്ട് നമ്മൾ പറയുന്ന സമയത്ത് റോയെ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും, D എന്ന് പറയുന്നത് ആ മെറ്റീരിയലിന്റെ ഡെൻസിറ്റി, അങ്ങനെയൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് പഠിക്കാം, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനിൽ നോക്കാം. ഇതിപ്പോൾ ജസ്റ്റ് നോക്കി വയ്ക്കുക, നമ്മൾ ബേസിക് ആയിട്ടുള്ള SCRT-യിലുള്ള കാര്യമാണ് പറയുന്നത്. h/dg ആണ് അതിൻ്റെ ദ്രാവകമർദ്ദം. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് മർദ്ദമാപിനി. എന്താണ്, മർദ്ദമാപിനിയാണ് നമ്മൾ പ്രഷർ ഗേജ് എന്ന് പറയും. എന്താന്ന് പറയും, പ്രഷർ ഗേജ് എന്ന് പറയും. അപ്പം നമ്മൾ ദ്രാവക മർദ്ദം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്, മർദ്ദമാപിനി എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, മർദ്ദമാപിനി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ദ്രാവക മർദ്ദം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മർദ്ദമാപിനിയാണ്. P നമ്മുടെ ദ്രാവക മർദ്ദത്തിന്റെ ഫോർമുല ഓർത്ത് വയ്ക്കുക, h ρg ആണ്. h ρg, അതിൽ h എന്ന് പറഞ്ഞാൽ അതിന്റെ ഉയരമാണ്, മറ്റേ D എന്ന് പറഞ്ഞാൽ സാന്ദ്രതയാണ്, G എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണമാണ്. ഇനി അടുത്തത് നോക്കിക്കേ, മർദ്ദം കൂടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. മർദ്ദം കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ തിളനില കൂടുന്നു. ഓക്കെ, തിളനില കൂടുന്നതിനാൽ പ്രഷർ കുക്കറിൽ എന്താണ്, ആഹാര സാധനങ്ങൾ വേഗത്തിൽ. അപ്പോൾ നമുക്കറിയാം പ്രഷർ കുക്കറിൽ വയ്ക്കുന്നതിനെക്കാട്ടി, നമ്മൾ സാധാ തിളപ്പിക്കുന്നതിനെക്കാട്ടിയും പ്രഷർ കുക്കറിൽ വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് വേവും അല്ലേ. അങ്ങനെ വേവാൻ കാരണമെന്ന് പറയുന്നത് എന്താണ്, മർദ്ദം കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ മർദ്ദം കൂടുമ്പോൾ തിളനില കൂടും. തിളനില എന്ന് പറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് അല്ലേ. ബോയിലിംഗ് പോയിന്റ് കൂടാന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ കുക്ക് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ പ്രഷർ കുക്കറിലാണ് എന്താണ്, പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്ത് വേഗത്തിൽ പാചകം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പ്രഷർ കുക്കറിൽ വെള്ളം തിളയ്ക്കുന്ന ശരാശരി താപനില എത്രയാണെന്ന് നോക്കിക്കേ, 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്, 100 ഡിഗ്രി. ഇതൊക്കെ പണ്ട് നമ്മുടെ PSC-യിൽ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പ്രഷർ കുക്കറിൽ വെള്ളം തിളയ്ക്കുന്ന ശരാശരി താപനില. ഇപ്പം PSC ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കോൺസെപ്റ്റ് ചോദിക്കും. അതായത് മർദ്ദം കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കും, മർദ്ദം കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ തിളനില കൂടും അല്ലെങ്കിൽ തിളനില കുറയും എന്നുള്ള കേസസ് വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ തരാം. അപ്പോൾ അത് വേണം നമ്മൾ പഠിക്കുക. അപ്പം എന്തുകൊണ്ടാണെന്ന് പഠിക്കണം, കാണാപ്പാഠം പഠിക്കാതെ എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇപ്പോൾ ഇനി പഠിക്കേണ്ടത്. അപ്പം മർദ്ദം കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ തിളനില കൂടും. അതുകൊണ്ട് പ്രഷർ കുക്കറിൽ നമ്മൾ ആഹാരം വയ്ക്കുമ്പോൾ പെട്ടെന്ന് പാചകം ചെയ്ത് കിട്ടുന്നു. അത് എത്രയാണ്, 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അടുത്തത്, മർദ്ദം കൂടുമ്പോൾ ഐസിന്റെ ദ്രവണാങ്കം കുറയുകയും അതിന്റെ ഫലമായി ഐസ് ഉരുകുകയും ചെയ്യുന്നു. അപ്പം എന്താ പറഞ്ഞത്, നമ്മുടെ മർദ്ദം കൂടുന്ന സമയത്ത് ഐസ് എന്ത് ചെയ്യാണ്, ഐസിന്റെ ദ്രവണാങ്കം കുറഞ്ഞു വന്ന് ഐസ് എന്താകാൻ തുടങ്ങും, ഉരുകാനായിട്ട് തുടങ്ങും. അങ്ങനെ ഉരുകി മർദ്ദം കുറയുമ്പോൾ അതിനുശേഷം മർദ്ദം കുറയ്ക്കുകയാണ്. മർദ്ദത്തിനെ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഉരുകിയിരുന്ന ഐസില്ലേ, ഈ ഉരുകിയിരുന്ന ഐസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഘനീഭവിക്കാൻ, വീണ്ടും അത് കട്ടിയാവാനായിട്ട് തുടങ്ങും. കണ്ടൻസേഷൻ എന്ന് നമ്മൾ പറയും. അപ്പം അങ്ങനെയുള്ള ആ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ പുനർഹിമായനം അല്ലെങ്കിൽ റീജലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മർദ്ദം കൂടുമ്പോൾ ഐസിന്റെ ദ്രവണാങ്കം കുറഞ്ഞത് ഐസായിട്ട് അത് ഉരുകാനായിട്ട് തുടങ്ങുന്നു. വീണ്ടും നമ്മൾ മർദ്ദം കുറയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ഉരുകിയ ഐസ് എന്തായിട്ട് മാറാൻ തുടങ്ങും, ഘനീഭവിക്കാനായിട്ട് തുടങ്ങും. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ എന്തെന്ന് പറയും, പുനർഹിമായനം എന്ന് പറയുന്നു. ഒരു ദ്രാവകത്തിന്റെ തിളനില മർദ്ദം കൂടുന്നതിനനുസരിച്ച് കൂടുകയും മർദ്ദം കുറയുന്നതിനനുസരിച്ച് കുറയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ, ദ്രാവകത്തിന്റെ തിളനില എന്ത് ചെയ്യുന്നു, മർദ്ദം കൂടുന്നതിനനുസരിച്ച് കൂടുന്നു. ഇനി മർദ്ദം കുറയുന്നതിനനുസരിച്ച് തിളനില എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പം തിളനില എല്ലാം
എന്താണ് പ്രൊപ്പോർഷണൽ ആണ്, ഡയറക്റ്റ്ലി തന്നെ പ്രൊപ്പോർഷണൽ ആണ്. കാരണം തിളനില കൂടണമെങ്കിൽ എന്താണ് മർദ്ദവും കൂടണം. അപ്പം ഇതാണ് നമ്മുടെ ഒരു ദ്രാവക മർദ്ദത്തെ പറ്റി പഠിക്കാനുള്ളത്. ഇനി അടുത്തതാണ് വാതകമർദ്ദം അല്ലെങ്കിൽ ഗ്യാസ് പ്രഷർ. അപ്പം ദ്രാവകത്തിന്റെ നമ്മൾ പഠിച്ചു, ഇനി നമ്മൾ എന്താ പഠിക്കുന്നത്? ഗ്യാസിന്റെ പ്രഷർ, വാതകമർദ്ദത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. എന്തായിരിക്കും? നമ്മൾ ദ്രാവകത്തിന്റെ പറഞ്ഞതിന് പകരം ഇവിടെ എന്ത് ചേർത്താൽ മതി? വാതകത്തിന്റെ ചേർത്ത് പറഞ്ഞാൽ മതി. യൂണിറ്റ് പരപ്പളവിൽ ഒരു വാതകം ലംബമായി പ്രയോഗിക്കുന്ന ബലത്തെ നമ്മൾ എന്തെന്ന് പറയും? വാതകമർദ്ദം എന്ന് പറയും. യൂണിറ്റ് പരപ്പളവിൽ ദ്രാവകം ലംബമായിട്ട് പതിക്കണമെങ്കിൽ അത് എന്തായിട്ട് മാറും? ദ്രാവകമർദ്ദമാവും. ഇത് എന്താണ്? വാതകം ലംബമായിട്ട് പ്രയോഗിക്കുന്ന ബലമാണ് എന്തെന്ന് പറയുന്നത്? വാതകമർദ്ദം എന്ന് പറയുന്നത്. വാതകമർദ്ദം കണികകളുടെ എണ്ണത്തെ ആശ്രയിക്കുന്നുണ്ട്. ഇനി ഈ വാതകമർദ്ദം എന്തിനെയൊക്കെ ആശ്രയിക്കുന്നു എന്നാണ്. അത് ആദ്യത്തെയാണ് കണികകളുടെ എണ്ണത്തെ ആശ്രയിക്കുന്നു. എന്ത് സംഭവിക്കും? കണികകളുടെ എണ്ണം കൂടുമ്പോൾ വാതകമർദ്ദവും കൂടുന്നു. കണികകൾ കൂടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്യാസ് ആണ്, ഓർക്കണം. അതായത് ഇപ്പം നമ്മളൊരു ബലൂൺ നമ്മൾ ഊതി ഒരു സ്റ്റേജിലെത്തി ഊതുമ്പോൾ അത് എന്ത് സംഭവിക്കും? അത് പൊട്ടിപ്പോവും അല്ലേ? കാരണം അകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് കണികകൾ കൂടുകയാണ്. കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടുന്ന സമയത്താണ് അത് എന്ത് ചെയ്യുന്നത്? അത് അതിനകത്തിരിക്കാൻ സ്ഥലമില്ല. അപ്പം അത് ബാക്കി മോളിക്യൂൾസ് സ്ഥലമില്ലാത്തതുകൊണ്ട് അത് എന്ത് ചെയ്യും? പൊട്ടിപ്പോവും. അപ്പം കണികകൾ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും? വാതകമർദ്ദവും കൂടും. ഇനി അടുത്തതാണ് വ്യാപ്തം വാതകങ്ങളുടെ മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ആദ്യം പഠിച്ചത് കണികകളുടെ എണ്ണം കൂടുമ്പോൾ വാതകമർദ്ദം കൂടുന്നു. വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന വേറൊരു ഘടകമാണ് അതിന്റെ വ്യാപ്തം അല്ലെ, വോളിയം എന്ന് പറയുന്നത്. കാരണം ഈ വോളിയത്തിന് തന്നെ നമുക്കറിയാം, വോളിയം കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും? മർദ്ദവും കൂടും. ഇനി താപനില വാതകങ്ങളുടെ മർദ്ദത്തെ ആശ്രയിച്ചിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ച് പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുമ്പോൾ താപനില കൂടുമ്പോൾ എന്തും കൂടും? കുക്കറിലെ മർദ്ദവും കൂടുമെന്ന് പഠിച്ചല്ലേ? അപ്പം 3 അപ്പൊ നമുക്ക് പറയാം വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. കണികകളുടെ എണ്ണം, വ്യാപ്തം, വോളിയം, പിന്നെ എന്താണ്? മോളിക്യൂൾസിന്റെ എണ്ണം, പിന്നെ ടെമ്പറേച്ചർ. ഈ 3 എന്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്? വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കണികകളുടെ എണ്ണം, വ്യാപ്തം, താപനില. നമ്മൾ ദ്രാവകത്തിന്റെ അവിടുത്തെ കേസിൽ പഠിച്ചല്ലോ, അത് ഏതൊക്കെയായിരുന്നു? ദ്രാവക രൂപത്തിന്റെ ഉയരവും അതുപോലെ ദ്രാവകത്തിന്റെ സാന്ദ്രതയാണ് നമ്മൾ പഠിച്ചു അല്ലെ? ദ്രാവകത്തിന്റെ കേസിൽ, ലിക്വിഡിന്റെ കേസിൽ നമ്മൾ പഠിച്ചു. എന്നാൽ നമ്മളിവിടെ വാതകത്തിന്റെ അവിടെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? കണികകളുടെ എണ്ണം, വ്യാപ്തം, താപനില. ദ്രാവങ്ങളേതുപോലെ തന്നെ വാതകങ്ങളിലും മർദ്ദം എല്ലാ ദിശകളിലും അനുഭവപ്പെടുന്നു. ദ്രാവങ്ങളുടെ കേസ് ഞാൻ പറഞ്ഞു, എല്ലാ ദിശയിലും അനുഭവപ്പെടുന്ന കേസ് ഞാൻ പറഞ്ഞു, നമ്മൾ ഫോട്ടോയും കണ്ടതാണ്. ഇതേ സെയിം പോലെ വാതകങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? മർദ്ദം എല്ലാ ദിശകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഒരു ബലൂണിൽ തന്നെ വാതകം നിൽക്കുകയാണെങ്കിൽ അത് എല്ലാ ദിശയിലും എന്ത് ചെയ്യുന്നുണ്ട്? മർദ്ദം അനുഭവപ്പെടുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനിയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ പറ്റി പറയുന്നത്. എന്താണിത്? ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിന്റെ ഒരു ആവരണമാണ് അന്തരീക്ഷം. അപ്പൊ എന്താണ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം? അന്തരീക്ഷം എന്ന് പറഞ്ഞ ഒരു പുതപ്പാണ് അല്ലെ? എന്ത് പുതപ്പാണ്? ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു പുതപ്പാണ്, വായുവിന്റെ ഒരു ആവരണമാണ്, ഒരു കവറിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പം ഈ അന്തരീക്ഷത്തിലുള്ള ആ ഒരു മർദ്ദമാണ് എന്തെന്ന് പറയുന്നത്? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. മുകളിലേക്ക് പോകും തോറും വായുവിന്റെ അളവ് കുറഞ്ഞു വരുന്നു. നമ്മളിപ്പോ ഹിമാലയമൊക്കെ കയറി മല കയറിയൊക്കെ മുകളിലോട്ടുള്ള പ്ലേസസിലോട്ട് പോകുന്ന സമയത്ത് എന്ത് കുറയും? വായു കുറയും. അതുകൊണ്ടാണ് മുകളിലേക്ക് പോകുന്നുള്ളൊരു ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ കരുതി എന്ത് ചെയ്യുന്നത്? പോകുന്നത്. കാരണം എന്ത് ചെയ്യത്തില്ല? വായു കിട്ടത്തില്ല, ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അങ്ങനെയുള്ള ഓക്സിജൻ ഇതൊക്കെ ക്യാരി ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ബഹിരാകാശത്തുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ മുകളിൽ ഹിമാലയം കയറുന്നവരാണെങ്കിലും കുറേയൊക്കെ ശ്വാസ തടസ്സങ്ങളുള്ളവരൊന്നും പോകരുതെന്ന് പറയും. അത് മുകളിലേക്ക് പോകും തോറും വായുവിന്റെ അളവ് കുറഞ്ഞു വരുന്നതുകൊണ്ടാണ്. അന്തരീക്ഷ വായു വസ്തുക്കളിൽ മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. വസ്തുക്കളിൽ അന്തരീക്ഷ വായു എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തില് അന്തരീക്ഷ വായു മർദ്ദം എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ ഇങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുപത്തിന്റെ ഭാരത്തെ നമ്മൾ എന്തെന്ന് പറയും? അന്തരീക്ഷ മർദ്ദം എന്ന് പറയും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ എന്ത് ചെയ്യുന്നു? യൂണിറ്റ് പരപ്പളവിൽ. ഇതാണ് നമ്മുടെ മർദ്ദം എന്താണെന്ന് നമ്മൾ പഠിച്ചില്ലേ? അത് നമ്മൾ അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്നതുകൊണ്ട് നമ്മൾ അതിനെ അന്തരീക്ഷ മർദ്ദം എന്ന് പറയും. അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുപത്തിന്റെ ആ ഒരു ഭാരം, ആ ഒരു വെയിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അന്തരീക്ഷ മർദ്ദം. കാരണം വെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വായു വസ്തുക്കളിൽ എന്ത് ചെയ്യുന്നുണ്ട്? മർദ്ദം പ്രയോഗിക്കുകയാണ്. അപ്പൊ അതൊരു തരത്തിലുള്ള ബലമാണ് അല്ലേ? അപ്പൊ ആ ബലത്തിന് നമ്മൾ എന്തെന്ന് പറയും? അന്തരീക്ഷ മർദ്ദം എന്ന് പറയും. അന്തരീക്ഷ മർദ്ദത്തിനെ നമ്മൾ ബാർ എന്ന് പറയുന്ന യൂണിറ്റ് കൊണ്ടാണ് പറയുന്നത്. ഒരു ബാർ എന്നുള്ള രീതിയിൽ പറയും. ഒരു ബാർ എന്ന് പറഞ്ഞാൽ എത്ര പാസ്കലാണ്? കാരണം മർദ്ദമാണല്ലേ. മർദ്ദം എന്ന് പറയുമ്പോൾ പാസ്കൽ. അപ്പൊ ബാറിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ പറയുന്നു എന്ന് പറയുമ്പോൾ
പാസ്കൽ അത് എത്രയാണ്? 10⁵ പാസ്കൽ. 10⁵5 അല്ലെ, 10⁵5 പാസ്കലാണ് ഒരു ബാർ എന്ന് പറയുന്നത്. 1 ബാർ അല്ലെ, 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵5 പാസ്കലാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ബാറാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദത്തെ എന്ത് ചെയ്യുന്നത്, പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇനി സമുദ്രനിരപ്പിലെ അന്തരീക്ഷമർദ്ദം പ്രമാണ അന്തരീക്ഷമർദ്ദം, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഏത് തൊട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? സമുദ്രനിരപ്പിൽ അത് തൊട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സമുദ്രനിരപ്പിലെ അന്തരീക്ഷമർദ്ദത്തെ നമ്മൾ എന്തെന്ന് പറയും? സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷമർദ്ദം. നമ്മൾ എന്തെങ്കിലും തൊട്ട് നമ്മൾ അവർ കൺസിഡർ ചെയ്യുന്നല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്താണ് സമുദ്രനിരപ്പിലെ വെച്ചിട്ട് പറയുന്നത്. സമുദ്രനിരപ്പിലെ അന്തരീക്ഷ മർദ്ദമാണ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അല്ലെങ്കിൽ അതിന്റെ മലയാളത്തിലെ പ്രമാണ അന്തരീക്ഷ മർദ്ദം എന്ന് പറയും. അപ്പോൾ ഇത് 1 ATM അഥവാ 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രസയൂപത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 0.76 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 76 സെന്റിമീറ്റർ ആണ്. 76 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.76 മീറ്റർ ഉയരം. അപ്പോൾ ഇത് ഈ 1 അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എത്രക്ക് ഈക്വൽ എന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? നമ്മളെ ഇതെന്ന് പറയുമ്പോൾ എന്താണ്? രസയൂപം എന്ന് പറയുമ്പോൾ മെർക്കുറിക് HG, ഓക്കെ, HG മെർക്കുറിയുടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, മെർക്കുറിക് യൂപത്തിന്റെ ഭാരത്തിന് തുല്യമായിട്ടാണ് ഒരു അറ്റ്മോസ്ഫിയറിക് അഥവാ 0.76 മീറ്റർ ഉയരം എന്നുള്ള രീതിയിൽ പറയുന്നത്. എത്ര ഉയരമാണ്? 0.76 മീറ്റർ ഉയരം അല്ലെങ്കിൽ 76 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി. ഓക്കെ, രസയൂപത്തിന്റെ ഭാരത്തിന് തുല്യമായിട്ടാണ്. അതൊരു ഭാരമാണല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അതൊരു ഭാരമാണ്. അപ്പോൾ ആ ഭാരത്തിന് എത്രയാണ് ഈക്വൽ എന്നുള്ള അളവിലാണ് പറയുന്നത്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ബാരോമീറ്റർ ആണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം ഉപയോഗിക്കുന്നത്. സമുദ്രനിരപ്പിൽ ഉള്ള ഈ അന്തരീക്ഷം, നമ്മൾ നേരത്തെ പറഞ്ഞ അന്തരീക്ഷ മർദ്ദം എത്രയാണ്? 1 ATM എന്ന് പറയുന്നത്. അപ്പൊ അത് എത്ര പാസ്കലാണെന്ന് വെച്ചാൽ അതും 1 പാസ്കൽ തന്നെയാണ്. കുറച്ചും കൂടി ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞാൽ 1.013 × 10⁵5 പാസ്കൽ, വിച്ച് മീൻസ് എന്താണ്? 10⁵5 പാസ്കൽ തന്നെയാണ്. അത് പിന്നെ നമ്മൾ 1.0 എന്നൊക്കെ പറയുമ്പോൾ അത് 1 തന്നെയാണ്. 1 × 10⁵5 എന്ന് പറഞ്ഞാൽ 10⁵5 പാസ്കൽ തന്നെയാണ് സമുദ്രനിരപ്പിൽ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. റൗണ്ട് ചെയ്ത് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. അല്ലാതെ പക്കയായിട്ട് പറയുകയാണെങ്കിൽ 1.013 × 10⁵5 പാസ്കൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ഈ അന്തരീക്ഷ മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സന്ദർഭങ്ങൾ, ചില പ്രസ്താവനകൾ ഉണ്ട്, അത് നമുക്ക് നോക്കാം. നോക്കിക്കേ, പർവ്വതാരോഹർക്ക് ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നു. ഇത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞു, ഉയരത്തിലോട്ട് പോകുന്ന സമയത്ത് എന്താണ്? വായു കുറവായിരിക്കും. വായു കുറയുന്ന സമയത്ത് മർദ്ദവും കുറവായിരിക്കും. അപ്പം ഈ മർദ്ദം മുകളിൽ കുറവാകുകയും നമ്മുടെ ശരീരത്തിൽ ഒരു മർദ്ദമുണ്ട്, അപ്പം ആ മർദ്ദം അങ്ങനെ തന്നെ കാണും. അപ്പം ഈ ഒരു മർദ്ദ വ്യത്യാസം കാരണം നമ്മുടെ രക്തക്കുഴലൊക്കെ പൊട്ടാനായിട്ട് തുടങ്ങും. കാരണം ആ ഒരു മർദ്ദ വ്യത്യാസം, നമ്മുടെ അന്തരീക്ഷം പുറത്ത് മർദ്ദം കുറവ്, നമ്മൾ ഉള്ളിൽ മർദ്ദം കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റന്റ് മർദ്ദം നമ്മളെ ഉള്ളിലുണ്ട്. അപ്പം രണ്ടും കൂടെ ചേരുന്ന ആ ഒരു ഇതെല്ലാം ആ ഒരു മർദ്ദ വ്യത്യാസം കാരണം ഉണ്ടാവുന്നതാണ്, പുറത്തെയും അതിൻ്റെ അകത്തെയും. അപ്പം ഇതിപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ പ്രഷർ കൂടി എന്ത് സംഭവിക്കും? പ്രഷർ കൂടി രക്തസ്രാവങ്ങളൊക്കെ പൊട്ടാനായിട്ട് ശ്രമിക്കും, പൊട്ടും. രക്തക്കുഴലൊക്കെ പൊട്ടിയിട്ട് മൂക്കിൽ നിന്ന് എന്ത് വരാൻ തുടങ്ങും? മൂക്കിൽ നിന്ന് രക്തസ്രാവം. അപ്പം ഇങ്ങനെ മലയൊക്കെ കയറുന്നവർ മെഡിസിൻസ് ഒക്കെ കരുതി പോകണമെന്ന് പറയും. അതുപോലെ തന്നെ ഡ്രിപ്പ് ഇഞ്ചക്ഷൻ നൽകുമ്പോൾ ഇഞ്ചക്ഷൻ ബോട്ടിൽ സൂചി കൊണ്ട് തുളകിലിടുന്നത് അല്ലേ. അപ്പം നമ്മളിങ്ങനെ വെള്ളം അതിൽ നിന്ന് ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് വായു കുറഞ്ഞു വരാൻ തുടങ്ങും. അപ്പം ഇത് മറ്റതുമായിട്ടൊന്നും ഇതാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സൂചിയിൽ ഇതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പുറത്തുള്ളതും കൂടി എന്ത് ചെയ്തോളും? ആ അന്തരീക്ഷ മർദ്ദം, ആ ഒരു മർദ്ദ വ്യത്യാസത്തെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കുറയാതെ പുറത്തുള്ളതും കൂടെ എന്ത് ചെയ്യും? അത് കോമ്പൻസേറ്റ് ആയിക്കോളും പുറത്തുള്ള അന്തരീക്ഷ മർദ്ദമായിട്ട്. ചുരം കയറുന്ന വാഹനങ്ങൾ ഇരിക്കുന്ന യാത്രക്കാർക്ക് ചെവി വേദന അനുഭവപ്പെടുന്നു. ചെവി വേദന അനുഭവപ്പെടുന്നത് ഈ ഒരു ഇത് തന്നെയാണ്. മുകളിലേക്ക് പോകുമ്പോൾ ആ ഒരു മർദ്ദ വ്യത്യാസം കാരണം, മുകളിലേക്ക് പോകുമ്പോഴുള്ള മർദ്ദ വ്യത്യാസം കാരണം അനുഭവപ്പെടുന്നത് തന്നെയാണ്. ബഹിരാകാശ യാത്രികർ പ്രത്യേകതരം വസ്ത്രങ്ങൾ ധരിക്കുന്നു. വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ആരോഹരുടെ കാര്യങ്ങൾ പോലെ തന്നെയാണ്. ആ ഒരു പ്രത്യേകതരം ഡ്രസ്സും സിലിണ്ടറും ഓക്സിജൻ സിലിണ്ടറും ഒക്കെ കൊണ്ടുപോയാൽ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രഷറും കൂടുതൽ ഓക്സിജനും കിട്ടത്തില്ല, പ്രഷറിന്റെ കാര്യമായിട്ട് ആകെ പ്രശ്നമാവും. റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലങ്ങളിൽ പറ്റിപ്പിടിക്കുന്നു. ഇതും എന്താണ്? അന്തരീക്ഷ മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ്. നമ്മൾ അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. മറ്റേ ഈ നമ്മുടെ മഷിയൊക്കെ പുരട്ടാനായിട്ട്, മഷി എടുക്കാനായിട്ട് നമ്മളിങ്ങനെ മുക്കിയൊക്കെ എടുക്കത്തില്ലേ മഷിയൊക്കെ. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒന്ന് അതിനെ വിടും. ആ റബ്ബർ പോലത്തെ സാധനത്തിന് ഇങ്ങനെ ആക്കിയിട്ട് വായു മൊത്തത്തിൽ കളയുമ്പോൾ അത് എംറ്റി ആവും. വീണ്ടും അതെന്ത് ചെയ്യും?
എടുക്കുമ്പോൾ പ്രഷർ അതിൻ്റെ അകത്ത് കയറും. അങ്ങനെയാണ് ഈ മഷി എന്ത് ചെയ്യുന്നത്, അതിലോട്ട് കയറുന്നത്. അതുപോലെ നമ്മളെ സിറിഞ്ചിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. വായുവിനെ പുറത്തേക്ക് തള്ളി അത് ഫുൾ എംറ്റി ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ബബിൾസ് ഒന്നും വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഇതൊക്കെ എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മർദ്ദ വ്യത്യാസം കാരണമാണ് ഇത്തരത്തിലുള്ള എന്താണ്, മൂക്കിൽ നിന്ന് രക്തസ്രാവം വരികയും അതുപോലെ നമ്മുടെ ബഹിരാകാശത്ത് പ്രത്യേകതരം വസ്ത്രങ്ങൾ ധരിക്കുകയും റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലത്തിൽ പറ്റിപ്പിടിക്കുക. പ്രഷർ കാരണമാണ്. ആ വെളിയിലത്തെ പ്രഷർ പോയി, അകത്ത് പ്രഷർ പോയിട്ട് വെളിയിലുള്ള പ്രഷർ കാരണം അതിൽ എന്ത് ചെയ്യുന്നു, പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. ഡ്രിപ്പ് ഇഞ്ചക്ഷൻ്റെ കാര്യമല്ല, ഇതെല്ലാം എന്താണ്, അന്തരീക്ഷ മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പ്രസ്ഥാനം തന്നിട്ട് കാരണം എന്താണെന്നൊന്നും ചോദിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറയില്ല. പക്ഷെ ഇതെല്ലാം എന്താണ്, ഈ അന്തരീക്ഷ മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ട് മർദ്ദ വ്യത്യാസം കാരണം അനുഭവപ്പെടുന്നതാണ്. ഇപ്പം നമ്മളെ ബോഡിയിൽ തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബോഡിയിൽ ഒരു ഇതുണ്ട്, പ്രഷറുണ്ട്. അപ്പോൾ പുറത്തെ പ്രഷറുമായിട്ട് അത് ഇതാവാതെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യുന്നത്. ചിലർക്ക് ഛർദ്ദിക്കാൻ, വോമിറ്റിങ്, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു മർദ്ദം എന്താണെന്നുള്ളതാണ് നോക്കിയത്. അതിൽ തന്നെ ദ്രാവക മർദ്ദം, വാതക മർദ്ദം ഒക്കെ നമ്മൾ നോക്കി. നമ്മുടെ 8ാം ക്ലാസ്സിലെ ഇതെല്ലാം ന്യൂ SCERT ആണ് കേട്ടോ. ന്യൂ SCERTയിൽ നമ്മുടെ ക്ലാസ് 8 ചാപ്റ്റർ 3 മർദ്ദം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്, അതിലുള്ളതാണ്. മർദ്ദം എന്ന് മാത്രം പറഞ്ഞ് ഇതെല്ലാം അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വിത്ത് എക്സാമ്പിൾ. അതിൽ ഞാൻ ആവശ്യമുള്ളതെല്ലാം എക്സാമ്പിൾസും ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഫോഴ്സിൽ ഇനി അടുത്ത ഇതിലൊക്കെ നമ്മൾ പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ബയന്റ് ഫോഴ്സ് അല്ലേ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നോക്കേണ്ടത്. പാസ്കൽസ് ലോ, അതെല്ലാം ഈ ബലത്തിൽ ഞാൻ അടുത്ത പാർട്ടായിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.